ആദം മുതൽ പല കാലവും കഴിഞ്ഞില്ലേ, അതിലത്ഭുതം ഇന്നോളവും നിനക്കില്ലേ. ലോകം മടക്കി ഭരിച്ചിരുന്നവരല്ലേ, മൗത്തെന്ന സിംഹം കൊന്നതത്ഭുതമല്ലേ. സിംഹാസനത്തിന് ചുറ്റി നിന്നവരല്ലേ, പിടിമണ്ണ് വാരിയെറിഞ്ഞതത്ഭുതമല്ലേ. കുതിരപ്പുറത്ത് സവാരി ചെയ്തവരല്ലേ, ശവമഞ്ചയാത്രയും ചെയ്തതത്ഭുതമല്ലേ. മണിമേട മുകളിൽ ഉല്ലസിച്ചവരല്ലേ, മണ്ണിന്റെ കീഴിൽ പെട്ടതത്ഭുതമല്ലേ. മൈനറിയ തീമായി കൺതടം ഒലിച്ചില്ലേ, മണവാട്ടിയെയും വിട്ടതത്ഭുതമല്ലേ. കെട്ടിപ്പുണർന്നവൾ ചുംബനം തന്നില്ലേ, അവൾ അന്യമെത്തയിൽ പെട്ടതത്ഭുതമല്ലേ. തിരുമുമ്പിലെന്നും പുഞ്ചിരിച്ചവളല്ലേ, വാവിട്ടു നിലവിളിക്കുന്നതത്ഭുതമല്ലേ. കൂട്ടായി കഴിഞ്ഞവരൊക്കെയും പിരിഞ്ഞില്ലേ, അവനേകനായി കഴിയുന്നതത്ഭുതമല്ലേ. കുഴിച്ചിട്ട സ്ഥലമിൽ കാലികൾ മേഞ്ഞില്ലേ, മാംസങ്ങളും പുഴുത്തുന്നതത്ഭുതമല്ലേ. കണ്ണിന്റെ കുഴിയിൽ വെള്ളവും നിറഞ്ഞില്ലേ, അതു മുഴുവനും മണ്ണായതത്ഭുതമല്ലേ. ഉദരം ക്രമേണ പഴുത്ത് ചീഞ്ഞൊലിച്ചില്ലേ, അത് പൊട്ടി ഖബർ നിറഞ്ഞതത്ഭുതമല്ലേ. ഇത് കണ്ട് കരയാനും ഒരാൾ അവർക്കില്ലേ, കാണുന്ന മാർഗമടഞ്ഞതത്ഭുതമല്ലേ. ഫോൺ കമ്പിലെത്തർ മുഴുവനും നിലച്ചില്ലേ, അവർക്കുള്ള ഹാലറിയാത്തതത്ഭുതമല്ലേ. തിരിച്ചെത്തുവാൻ ഒരു യുക്തിയും അവർക്കില്ലേ, നിസ്സഹായമായി കഴിയുന്നതത്ഭുതമല്ലേ. മൗത്തിന്റെ അസ്ത്രം കൊണ്ടവർ മലർന്നില്ലേ, ഒരു 3 തുണിയിൽ പൊതിയലും കഴിഞ്ഞില്ലേ. തെങ്ങിന്റെ മടലടരുന്നതും കണ്ടില്ലേ, അടരാതെ നിന്ന് ചിരിച്ചതും കരഞ്ഞില്ലേ. ഫാൻ റേഡിയോ ഇവയിൽ ഉല്ലസിച്ചവരല്ലേ, ഒരു വായു കേറാൻ പഴുതുമിന്നവർക്കില്ലേ. മനുഷ്യന്റെ രീതിയിൽ മൗത്ത് വിവരം കാലികൾ അറിയുന്ന പക്ഷം തിന്നലില്ലത് പുല്ലുകൾ. മൗത്തിനൊരുക്കം വാജിബാണെന്നറിയണേ, അതുകൊണ്ട് തൗബയും എപ്പോഴും റെഡിയാക്കണേ. രോഗിക്ക് മൽക്കല്ലാവരെക്കാൾ വേണ്ടതാ, വേഗം തയ്യാറെടുത്തിട്ട് തന്നിരിക്കേണ്ടതാ. മൗത്തെത്തിയാൽ വലഭാഗമിൽ കിടത്തേണ്ടതാം, മുഖമെപ്പോഴും ഖിബിലാക്ക് തന്നിരിക്കേണ്ടതാ. അത് ബുദ്ധിമുട്ടായാൽ ഇടത്താ വേണ്ടത്, മലർത്തി കിടത്തണമെന്നുള്ളതാ പിന്നുള്ളത്. മലർത്തുന്നതായാൽ തല ഉയർത്തൽ വേണ്ടതാ, കിബിലാക്ക് തന്നിരുപാദവും നീട്ടേണ്ടതാ.
ഋതുവായ സ്ത്രീകൾ അവിടെ നിന്നൊഴിയേണ്ടതാ. അവരവിടെ നിൽക്കൽ തന്നെ മക്റൂഹുള്ളതാ. കളിയായുധം ഫോട്ടോകളും മാറ്റേണ്ടതാ. അതുപോലെ നായുണ്ടെങ്കിലും മാറ്റേണ്ടതാ. സൗരഭ്യമുള്ളവ പൂശലും വേണ്ടുന്നതാ. അംലാക്കുകൾ കടക്കുന്നതിന്നത് നല്ലതാ. തത്സമയം അല്പം വെള്ളവും കൊടുക്കേണ്ടതാ. സകറാത്ത് സമയം ദാഹത്തിനുതകുന്നതാ. സമയം ഇലാഹിൽ നല്ല ഭാവന വേണ്ടതാ എന്നുള്ളതും നബി മുസ്തഫ പറയുന്നതാ. എനിക്കെന്റെ റബ്ബ് പൊറുക്കുമെന്നുറക്കേണ്ടതാ. കൃപ ചെയ്തു തരുമവനെന്നു തന്നോർക്കേണ്ടതാ. അവനുള്ള ഭാവന പോലെ റബ്ബവനോട് പെരുമാറുമെന്നാണ് എപ്പോഴും നിലപാട്. ഒളുവോട് കൂടി മരിക്കലേറ്റം മെച്ചമാം. ജിബിരിയിൽ വരുമെന്നും ഹദീസിൽ സ്പഷ്ടമാം. ഓതും സ്ഥലത്തിൽ റഹ്മത്തും ഇറങ്ങുന്നതാം. അതുകൊണ്ട് ബോധൽ അവിടെ സുന്നത്തുള്ളതാം. ചൊല്ലിക്കൊടുക്കൽ സുന്നത്താണ് ഷഹാദത്ത്. അത് അന്ത്യവാചകമായി വന്നാൽ ജന്നത്ത്. നഖവും മുറിക്കണം, കക്ഷവും വടിക്കേണ്ടതാ. ആനത്ത് നീക്കണം, ഈശയും വേട്ടേണ്ടതാ. മിസ്വാക്ക് ചെയ്ത് കുളിച്ച് തീബ് പുരട്ടണം. അതുപോലെ വസ്ത്രം ശുദ്ധിയുള്ളതുടുക്കണം. ഖൈറായ മൗത്തിന് ലക്ഷണം ചിലതുണ്ട്. തിരുവചനമായി അവകൾ മശാരിഖിലുണ്ട്. നെറ്റിത്തടം വിയർക്കുന്നതേറ്റം നല്ലതാ. കണ്ണിന്റെ വെള്ളമൊലിക്കലും ഖൈറുള്ളതാ. മൂക്കിന്റെ ദ്വാരം വീർത്തു കണ്ടാലും അത് ശുഭലക്ഷണത്തിൽ തന്നെയാണെണ്ണുന്നത്. അറുത്തിട്ട ഒട്ടകം പോലവൻ വലിക്കുന്നതും കവിൾവായിൽ നിന്നും പതയിറങ്ങി വരുന്നതും വർണ്ണം ചുവന്ന ശരീരമായി കാണുന്നതും ദുർലക്ഷണം എന്ന ഹദീസിൽ വന്നതും. മരിച്ചാലുടൻ ഇരുനേത്രവും അടയ്ക്കേണ്ടതാ. കുരുടന്റെ കണ്ണാണെങ്കിലും ചെയ്യേണ്ടതാ. കയ്യൂബിയിൽ ഇത് സകലതും വിവരിച്ചതാ. ചിലതൊക്കെ മൊഴിയിലും പറഞ്ഞിരിക്കുന്നതാ. പ്രസവിക്കുമപ്പോൾ കുട്ടി കരയുന്നുണ്ട്. പുറത്തേക്കിറങ്ങാനുള്ള നിഷ്ടം കൊണ്ട് സൂര്യപ്രകാശം കണ്ട് തീർന്നാൽ പിന്നെ അകത്തേക്ക് പോകാൻ ഇഷ്ടമുണ്ടോ പൊന്നേ? ഈ ഹാലു തന്നെ മോമിനീങ്ങൾക്കുള്ളത്. അവർക്കും അനിഷ്ടം തന്നെയാ മരിക്കുന്നത്. റബ്ബിന്റെ അടുക്കൽ ചെന്നു ചേർന്നാൽ പിന്നെ ഇഹലോകമൊക്കെ അനിഷ്ടമായതു തന്നെ. ഖുർആൻ ഷരീഫിൽ റബ്ബെടുത്തു പറഞ്ഞതാ. സ്വാതന്ത്ര്യ സൂറത്തോതി നോക്കതിലുള്ളതാ. ഷാഫി ഇമാമിന് അർശുള്ളത് കൊണ്ട്
രക്തം ഒലിച്ചിറങ്ങുന്നതും പതിവുണ്ട്. അത് കാരണം തദ്രീസിനായിരിക്കുന്നതും കോളാമ്പിയടിയിൽ വെച്ച് കൊണ്ടാമിക്കതും. രക്തം അതിൽ ഇറ്റിറ്റുകൊണ്ടിരിക്കുന്നതാം മിസ്ബാഹിലുണ്ടിത് നോക്കിയാൽ കാണുന്നതാ. റബ്ബേ പൊരുത്തം നിന്റെ ഭീതിയിലാണെങ്കിലേ ഇതിലധികമായി നീ ഏറ്റണേ നീ എന്നിലേ എന്നും അവർ പ്രാർത്ഥിച്ചതായി കാണുന്നതാ. ഇവയൊക്കെ രോഗികൾ എപ്പോഴും ഓർക്കേണ്ടതാ. ഖൈറായ രീതിയിൽ എന്നെ നീ മൗത്താക്കണേ റബ്ബി, അതും സൗജന്യമായി നീ നൽകണേ. ഖൈറായ രീതിയിൽ എന്നെ നീ മൗത്താക്കണേ റബ്ബി, അതും സൗജന്യമായി നീ നൽകണേ. ഖൈറായ രീതിയിൽ എന്നെ നീ മൗത്താക്കണേ റബ്ബി, അതും സൗജന്യമായി നീ നൽകണേ. ഖൈറുൽ ബശർ നബി ത്വാഹ തങ്ങളിലെന്നും ഗുണവും ശരീക്ക സുഹാബിനും ആലിനും. ഖൈറുൽ ബശർ നബി ത്വാഹ തങ്ങളിലെന്നും ഗുണവും ശരീക്ക സുഹാബിനും ആലിനും. ഖൈറുൽ ബശർ നബി ത്വാഹ തങ്ങളിലെന്നും ഗുണവും ശരീക്ക സുഹാബിനും ആലിനും.